ഹായ് മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ജെഇ മെയിൻ ഫേസ് 1 എക്സാമിനേഷൻ എന്ന് നടന്നത് ജാനുവരി 31 നടന്ന എക്സാമിനേഷന്റെ ഷിഫ്റ്റ് 2 മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സമയം കളയുന്നില്ല, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കിക്കോ, ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 21 ഐഡന്റിക്കൽ ആപ്പിൾസ് can be distributed into 3 children. അല്ലെ, 21 ഐഡന്റിക്കൽ ആപ്പിൾസ് ആണ്, ഐഡന്റിക്കൽ ആണ്. ഈ 21 ഐഡന്റിക്കൽ ആപ്പിൾസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഐഡന്റിക്കൽ ഒബ്ജക്ട്സും വരും, ഡിഫറെന്റ് ഒബ്ജക്ട്സും വരും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ഐഡന്റിക്കൽ ആണ്. ഇതിന് എന്ത് ചെയ്യണം? 3 ചിൽഡ്രൻ, 3 കുട്ടികൾക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇനിയോ അവര് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ശ്രദ്ധിക്കുക. സച്ച് ദാറ്റ് ഈച്ച് ചിൽഡ്രൻ ഗെറ്റ്സ് അറ്റ്ലീസ്റ്റ് 2 ആപ്പിൾസ് എന്നാണ് കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഓരോ കുട്ടിക്കും മിനിമം 2 ആപ്പിൾ വീതം കിട്ടിയിരിക്കണം, അല്ലെ? അപ്പൊ നമ്മൾ എന്താ കൂടെ ചെയ്യുക? ടോട്ടൽ നമുക്ക് 21 ആപ്പിൾസ് ആണുള്ളത്. ഇതിന് എന്ത് ചെയ്യണം? ഓരോ കുട്ടിക്ക് മിനിമം 2 എണ്ണം വെച്ച് എണ്ണം കിട്ടിയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ 21ന് മിനിമം 2 എണ്ണം കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ 2 എണ്ണം വെച്ച് അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്തായി? 21 6 ആപ്പിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. മിനിമം 2 എണ്ണം കിട്ടിയിരിക്കണം എന്നുള്ള കണ്ടീഷൻ പറഞ്ഞതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക? ഈ 2 എണ്ണം വെച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഈ 21 6 പോയിന്റ് വെച്ചാൽ ബാക്കി എന്താണുള്ളത്? നമ്മളെ കണ്ടീഷൻ എന്താ? റിമൈനിങ് നമുക്ക് വരുന്നത് എന്താ? റിമൈനിങ് 21 - 6 15 ഒബ്ജക്ട്സ് ആണ് നമ്മളെ കയ്യിൽ ഇനിയുള്ളത്. ഇനി എന്ത് ചെയ്യണം? ഈ 15 ഒബ്ജക്ട്സിന് നമുക്ക് ഈ 3 ചിൽഡ്രൻസ്, ഈ 3 കുട്ടികൾക്ക് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇനി അവിടെ വേറെ ഒരു കണ്ടീഷനും ഇനിയില്ല. കാരണം ആദ്യം നമുക്ക് മിനിമം 2 നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനി അത് അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. എങ്ങനെയാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? അതിന് നമുക്ക് ഇക്വേഷൻ എന്താ യൂസ് ചെയ്യേണ്ടത്? മിനിമം 3, അല്ലെ? അവിടെ നമ്മൾ എന്താ ചെയ്യുക? എന്ത് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക? അതായത് നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് n ഐഡന്റിക്കൽ ഒബ്ജക്ട്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻറ്റു 3 ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പ്സ്, ഡിഫറെന്റ് ഗ്രൂപ്പ്സ് എന്ന് കാണുന്നില്ല, 3 ഗ്രൂപ്പ്സ്, 3 കൂടി. അപ്പൊ ഈ 3 ഗ്രൂപ്പ്സ് ആണ് 3 ചിൽഡ്രൻ എന്ന് പറയുന്നത്, അല്ലെ? എന്താണ് അതിന്റെ ഇക്വേഷൻ? എന്താണ്? n + r - 1 3 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് ഞാൻ r യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, r ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ n + r - 1 cr - 1 ആണ്, അല്ലെ? അപ്പൊ മിനിമം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അത് എങ്ങനെ വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള 15 എണ്ണത്തിൽ ഒരു കുട്ടിക്ക് ഒന്നും കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മുഴുവൻ കിട്ടിയിരിക്കാം. പിന്നെ അവിടെ വേറെ ഒരു കണ്ടീഷനും ഇല്ല. അപ്പൊ n + r - 1 cr - 1 ആണ്. ഇവിടെ ബ്ലാങ്ക് ഗ്രൂപ്പ്സ് ആർ നോട്ട് അഡ്മിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ n - 1 cr - 1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് n + r - 1 cr - 1 നമ്മൾ യൂസ് ചെയ്തു. ദെൻ n എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ 15 ആണ്. അപ്പൊ 15 + 3 18 - 1 എന്ന് പറയുമ്പോൾ 17, cr - 1 3 - 1 എന്ന് പറയുമ്പോൾ 2, 17 c2 നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 17 × 16/1 × 2 ആണ്. 2 16 8 ടൈംസ് 17 × 8 ഈസ് 136 ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ മക്കളെ?